നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പരിഹാരത്തിൻ്റെ യുക്തി, ജ്യോതിഷത്തിലെ യുക്തി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. യുക്തി ഇല്ലായ്മയെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞത് അല്ലേ? അപ്പോൾ അതിൽ യുക്തിയെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. സത്യത്തിൽ ശാസ്ത്രം എന്തിനാണ്? നമ്മുടെ സമാധാനത്തിനാണ്. സമാധാനം നശിപ്പിക്കാനാണോ ശാസ്ത്രം എന്ന് ചോദിച്ചാൽ അല്ല. നമുക്ക് ഏതെങ്കിലും തരത്തിൽ സമാധാനം കിട്ടുമെങ്കിൽ അത് ആ വഴിക്കാകട്ടെ എന്ന് ചിന്തിക്കുകയാണ്. ശാസ്ത്രങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ്. എന്നാൽ ചിലപ്പോൾ ചിലർ സമാധാനം നശിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും അത് നമ്മുടെ സമാധാനം മനഃപൂർവ്വം നശിപ്പിക്കുന്നതല്ല. നമ്മളുടെ പരിമിതി കൊണ്ടാണ് നമ്മുടെ സമാധാനം നശിക്കുന്നത് എന്ന് ഒരു സത്യമുണ്ട്. നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി എന്ന് വിചാരിക്കുക. ഡോക്ടർ നമ്മളോട് രോഗത്തിൻ്റെ യഥാർത്ഥ വശം പറഞ്ഞു തരുന്നു എന്ന് വിചാരിച്ചാൽ അതോടുകൂടിയിട്ട് നമ്മുടെ സമാധാനം പോകുമെങ്കിൽ അത് പറഞ്ഞ ഡോക്ടറുടെ കുഴപ്പമാണോ നമ്മളുടെ കുഴപ്പമാണോ എന്ന് ചിന്തിക്കണം. ഇനി ഡോക്ടർ ആ അവസ്ഥ പറയാതിരുന്നാൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ ക്രമേണ സമാധാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ജാതകം നോക്കിയിട്ടോ പ്രശ്നം വെച്ചിട്ടോ ചില ദോഷങ്ങളെ നമ്മൾ അറിഞ്ഞാൽ അതോടുകൂടി സമാധാനം പോകുമെങ്കിൽ എന്തോ ഒരു കുഴപ്പം എവിടെയുണ്ട് എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മളെന്താ വേണ്ടത്? ഈ സത്യം പ്രിയാൽ പ്രിയം പ്രിയാൽ നബ്രിയാൽ സത്യം അപ്രിയം എന്ന് പറയാറുണ്ട്. എന്നാണ് സത്യം തന്നെ പറയണം, പ്രിയമുള്ളത് പറയണം, നബ്രിയാൽ സത്യം അപ്രിയ, അപ്രിയ സത്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അപ്രിയ സത്യങ്ങൾ എപ്പോഴും പറയാതിരിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അത് പറയുന്നത് എന്താ? അപ്രിയ സത്യങ്ങൾ പ്രിയമുള്ളതാക്കി പറയണമെന്നുള്ളതാണ്. അവർക്ക് വേദന ഉണ്ടാക്കാത്ത തരത്തിൽ പറയണമെന്നുള്ളതാണ് പറയേണ്ടത്. അല്ലാതെ അപ്രിയ സത്യങ്ങൾ പറയരുത് എന്നല്ല, സത്യങ്ങൾ അപ്രിയമായി പറയരുത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഡോക്ടർ രോഗിയോട് പറയുമ്പോൾ രോഗിയുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് രോഗിയോട് പറയണം എന്നുള്ളൊരു നിയമമുണ്ട്. എല്ലാ രോഗികളോടും എല്ലാ കാര്യവും തുറന്നു പറയാൻ പറ്റില്ല, പാടില്ല. അതുപോലെ ജാതകം നോക്കാൻ വന്നാലും പ്രശ്നം വെച്ചാലും ചിലരോട് ചിലത് പറയാൻ പറ്റില്ല. അപ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾ എന്താ അത് പറയാതിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സമാധാനം കളയാതുകൊണ്ടാണ് പറയാത്തതെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. എന്താ കാരണം വെച്ചാൽ അവർക്കത് മനസ്സിലാക്കാനുള്ള ആ ഒരു യോഗ്യതയില്ല, അതുകൊണ്ടാണ് പറയാത്തത് എന്ന് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഈ പ്രവചനത്തിൻ്റെ രീതി, പ്രവചിക്കുന്നതിലുള്ള യുക്തിയല്ല ഞാൻ പറഞ്ഞ, പ്രവചനത്തിൻ്റെ രീതിയിലുള്ള യുക്തിയെ നമ്മൾ എപ്പോഴും തിരിച്ചറിയണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി പ്രവചനത്തിൻ്റെ അല്ല പരിഹാരത്തിൻ്റെ അളവ് എങ്ങനെ നിശ്ചയിക്കുക എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. പരിഹാരം നിങ്ങൾ ഇത്ര ലക്ഷം രൂപ കൊടുക്കണം അല്ലെങ്കിൽ ഇത്ര ഇതായിട്ട് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. അതിന് ചിലതിന് നിർവചനങ്ങളുണ്ട്, ചിലതിന് നിർവചനങ്ങളില്ല, ചിലത് യുക്തിയാണ് എന്ന് ചിന്തിക്കണം. ഉദാഹരണത്തിന് ഒരാൾ ഒരു ദോഷപരിഹാരത്തിന് താലി സമർപ്പിക്കണമെന്ന് പറഞ്ഞു. ഇപ്പം താലി എന്ത് താലിയാണ്? സാധാരണയായിട്ട് വെള്ളിത്താലി മതി, വെള്ളിയിലെ താലിയുടെ രൂപം മതി. ഓ, വെള്ളി മതിയോ? അയ്യോ പോരാ, സ്വർണം വേണമെന്ന് പറഞ്ഞു. സ്വർണം എത്ര വേണം? ആ സ്വർണം 1 ഗ്രാമോ? 1 ഗ്രാം മതിയോ? അയ്യോ പോരാ, 2 ഗ്രാം വേണം. ഇതെന്തിനാ ഇങ്ങനെ കൂട്ടേണ്ടി വരുന്നത് എന്ന് ചിന്തിച്ചാൽ അത് നിസ്സാരമായിട്ട് കരുതുന്നത് കൊണ്ടാണ് അത് കൂട്ടേണ്ടി വരുന്നത്. നമ്മൾ പലപ്പോഴും ചിലരുടെ വിവാഹ കാര്യമൊക്കെ പറയാറുണ്ടല്ലോ, അവർ എത്ര കോടി നടത്തി ചെലവഴിച്ച് വിവാഹം നടത്തി എന്നുള്ളത്. അയാൾക്കുള്ളതിൻ്റെ ഒരംശത്തിൻ്റെ അംശം മാത്രം ചെലവിട്ടിട്ടാണ് വിവാഹം നടത്തിയത് എങ്കിൽ അതയാൾ അത്രയും ചെലവിടണം എന്നുള്ളതാണ് സത്യം. നേരെ മറിച്ച് മറ്റൊരാൾ അത്രയും ചെലവിടാൻ പോയാൽ അയാൾക്ക് അത്ര കോടി കടം വരുമെങ്കിൽ
അത്രയും ചെലവിടരുത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ പൊതുവെ. അപ്പോൾ അവരവരുടെ അവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ പലതിനും തോത് നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. മരുന്ന് നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? ഈ ദേഹത്തിൻ്റെ അവസ്ഥ, രോഗത്തിൻ്റെ അവസ്ഥ രണ്ടും പരിഗണിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ പരിഹാരം നിശ്ചയിക്കുന്നത് ദോഷത്തിൻ്റെ അവസ്ഥയും രോഗിയുടെ അവസ്ഥയും വ്യക്തിയുടെ അവസ്ഥയും പരിഗണിച്ചിട്ടാണ് എന്ന് തന്നെയാണ്. അപ്പോൾ രാജാവ് ചെയ്യുന്ന പരിഹാരം രാജാവ് തന്നെ ചെയ്യണം, അത് പ്രജകൾ ചെയ്തിട്ട് കാര്യമില്ല. അച്ഛൻ ചെയ്യേണ്ട പരിഹാരം അച്ഛൻ തന്നെ ചെയ്യണം, മകൻ ചെയ്യേണ്ട പരിഹാരം മകൻ തന്നെ ചെയ്യണം. ഈ ചിലർ ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ എൻ്റെ മക്കൾക്ക് സുഖം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്രയോ അച്ഛനമ്മമാരുണ്ട്. എൻ്റെ ചോദ്യം, മക്കൾക്ക് സുഖം കിട്ടണേ എന്തിനാണ് അച്ഛനമ്മ പ്രാർത്ഥിക്കുന്നത്? അവർക്ക് വേണം പ്രാർത്ഥിച്ചാൽ പോരെയത്. നമ്മൾക്ക് എന്താ വേണ്ടത്? അച്ഛനമ്മയ്ക്ക് എന്താ വേണ്ടത്? മക്കളെ കൊണ്ട് സന്തോഷം ഉണ്ടാവണം എന്നാണ് ഉദ്ദേശമെങ്കിൽ എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടാവണം, പ്രാർത്ഥിച്ചാൽ മതിയാവൂലേ? ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ എൻ്റെ മക്കൾക്ക് സുഖമുണ്ടാകണമെന്ന് മാത്രം പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനും അമ്മയും അവിടെ ശല്യമായിട്ട് മാറും. ചിലപ്പോൾ അവർക്ക് സുഖത്തിന് അച്ഛനും അമ്മയും ശല്യമാണ് എന്നൊക്കെ വരാം. ചിലപ്പോൾ എല്ലാ മക്കളും അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. അപ്പം എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് സന്തോഷിക്കാനാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മക്കളെ കൊണ്ട് സന്തോഷം ഉണ്ടാകുന്ന തരത്തിൽ അവരുടെ അവസ്ഥയുണ്ട് എന്നുള്ളത് തന്നെയാണല്ലേ അതിൻ്റെ അർത്ഥം. അങ്ങനെയല്ലേ? പണ്ട് ഈശ്വരൻ പ്രത്യക്ഷമായിട്ട് ഒരു വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഒറ്റ വരെ ചോദിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇയാൾക്ക് ദാരിദ്ര്യമുണ്ട് നന്നായിട്ട്, വിവാഹം നടന്നിട്ടില്ല, പിന്നെ സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല, വിവാഹം നടന്നിട്ടില്ല. അപ്പോൾ വിവാഹം നടക്കണം, സാമ്പത്തികം ഉണ്ടാവണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇയാൾക്ക് വേണം. ഒറ്റ വരം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വരം ചോദിച്ചത് ഇതാണ്: എൻ്റെ മക്കളും പേരമക്കളും സ്വർണത്തിൻ്റെ പാത്രത്തിൽ ആഹാരം കഴിക്കുന്നത് കണ്ടിട്ട് എനിക്കും ഇരിക്കണം. എന്താ, സ്വർണത്തിൻ്റെ പാത്രത്തിൽ ആഹാരം കഴിക്കണമെങ്കിൽ അത്രയും പണം ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ പിന്നെ മക്കളും പേരമക്കളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കിട്ടി? മക്കളെയും കിട്ടി, മക്കളുടെ മക്കളെയും കിട്ടി, അത്രത്തോളം ആയുസ് കിട്ടി. വിവാഹത്തിൻ്റെ വിഷയം അവിടെ തീർന്നു. അപ്പോൾ ഒറ്റ വരത്തിൽ ഇതെല്ലാം നടക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളിൽ ചില ആളുകൾ ചിന്തിക്കും ചിലപ്പോൾ യുക്തിയില്ലായ്മയാണ്. അങ്ങനെയല്ല, അല്ലാത്ത ചില വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഒരിടത്ത് പ്രശ്നം വെക്കാൻ പോയപ്പോൾ അവിടെ പറഞ്ഞപ്പോൾ ഇവിടെ ഗുളികൻ്റെ ഒരു സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഗുളികൻ്റെ സ്ഥാനമില്ല. അപ്പോൾ പറഞ്ഞു 2 ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അവർ പറയാണ് ഇവിടെ ഇല്ല 3 ഉണ്ട് എന്ന് പറഞ്ഞു. ഈ നിഷേധിക്കുന്നതിനനുസരിച്ചിട്ട് ഓരോ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. അവസാനം പറഞ്ഞ് 12 ഗുളികൻ്റെ സ്ഥാനമുണ്ടെന്ന് പറഞ്ഞു. അവസാനം ഇയാൾ പറഞ്ഞു, നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? ഇല്ലയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ കൂട്ടിക്കൂട്ടി പറയുന്നു. ഓരോരിക്കൽ നിഷേധിക്കുമ്പോൾ എണ്ണം കൂട്ടിക്കൂട്ടി പറയുന്നുണ്ടല്ലോ. ഇവിടെ അടുത്ത ഗുളികൻ്റെ സ്ഥാനം എവിടെയാണുള്ളത്? അത് ഇന്ന ദിക്കിലുണ്ട്. ശരി, നിങ്ങൾ ഈ അടുത്ത കാലത്ത് അവിടെ എങ്ങാനും പോയിരുന്നു? രാത്രിയാണോ പോയത്? അതെ. ഈ രാത്രി പോകുന്ന സമയത്ത് ടോർച്ചില്ലാത്ത കാലത്താണെന്ന് ആലോചിച്ചോ. ചങ്ങലവട്ട എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേവതയെ സാധാരണ ദേവതാസ്ഥാനത്തൊക്കെ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓടിൻ്റെ ഒരു ഇതാണ്. നമ്മളതിനകത്ത് എണ്ണ ഒഴിക്കാൻ പറ്റും, തിരിയിട്ടിട്ട് വിളക്കുകളൊക്കെ എണ്ണ അതിനകത്തൊന്ന് കോരി ഒഴിക്കാൻ പറ്റും. അങ്ങനെ ഒരു സംവിധാനം ചങ്ങലവട്ട എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. എല്ലായിടത്തും എന്താ പറയുന്നത് അറിയില്ല. അപ്പോൾ ഇത് സാധാരണ ദേവതയെ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ സങ്കല്പിക്കുന്ന ഒരു വസ്തുവാണ്, ഒരു ദീപമാണ്. അപ്പോൾ ഇതെടുത്തിട്ടാണ് രാത്രി പോയത്. എന്തിനാ പോയതെന്നറിയോ? ഇല മുറിക്കാൻ വേണ്ടിയിട്ട്, വാഴയില മുറിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ വാഴയില മുറിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ
ഇത് വിളക്ക് ഇത് ഞങ്ങളുടെ അവിടെ കെട്ടുപോയി. അപ്പോൾ ഈ ഗുളികൻ്റെ അടുത്ത് വിളക്ക് കത്തുന്നുണ്ട്. അവിടെ നിന്നും വിളക്ക് കത്തിച്ചിട്ട് ഇയാൾ ഈ വാഴ മുറിക്കുന്നിടെ അവിടെ വെക്കും. ഈ 12 അടുത്ത് വെച്ചു. അതാണ് 12 സ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. എന്ന് വെച്ച് 12 സ്ഥാനങ്ങളിലും ഗുളികനെ പ്രതിഷ്ഠിക്കണം എന്നുള്ള അർത്ഥമല്ല അവിടെ ഉള്ളത്. ഈ ഗുളികൻ്റെ ദിക്കുന്ന ദീപം എടുത്തിട്ട് 12 ദിക്കിൽ വെച്ചല്ലോ എന്നുള്ളതാണ് അവിടെ വിഷയം. അപ്പോൾ നമ്മൾ നമ്മുടെ നിലവാരവും ഒക്കെ വെച്ചിട്ടാണ് ഒരു ജ്യോതിഷി അതിന് പരിഹാരത്തിൻ്റെ അളവ് നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ചിലർ അച്ഛൻ ചെയ്യേണ്ടത് മക്കൾ ചെയ്യും, മക്കൾ ചെയ്യേണ്ടത് അച്ഛൻ ചെയ്യും. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ആരുടെയും അർത്ഥമില്ല. ഇപ്പം ചിലർ പറയാറുണ്ട്, സാർ ഞങ്ങൾക്ക് കുലദേവതയുടെ കോപമുണ്ട് എന്ന് പറയാറുണ്ട്. ഞങ്ങൾക്ക് കുലദേവതയെ അറിയില്ല. ഞങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അപ്പൂപ്പന്മാർ, അമ്മ അല്ലെങ്കിൽ അവരുടെ പൂർവികർ അടുത്ത കാലത്തൊന്നും അവരങ്ങനെ ആരാധിച്ചതായിട്ട് അറിയില്ല ഞങ്ങൾ മറ്റൊരു ദേശത്തുനിന്ന് വന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ എന്ത് വേണം? ഈ ഒരു വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബക്ഷേത്രം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു വ്യക്തി മാത്രം വിചാരിച്ചുണ്ടാക്കേണ്ടതാണോ കുടുംബക്ഷേത്രം? അല്ല. അപ്പം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ഒന്നിച്ച് ചേർന്ന് ആലോചിക്കും. നമുക്ക് കുലദേവത ഇല്ലല്ലോ, എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊക്കെ അറിഞ്ഞിട്ട് നമുക്കത് ചെയ്യണ്ടേ എന്ന് ചിന്തിച്ചാൽ അതിനൊരു വഴി, താമ്പൂല പ്രശ്നം, അഷ്ടമംഗല പ്രശ്നമൊക്കെ വെച്ചിട്ട് ആ ദേവതയെ കണ്ടെത്തി അതിനെ എല്ലാവരും കൂടി പൂജിക്കുക എന്നുള്ള ഒരു സംവിധാനം ഒരു വ്യക്തി ചെയ്യേണ്ടതല്ല. അപ്പോൾ ഒരു സമൂഹം, ഒരു കുലം ചെയ്യേണ്ട ഒരു കാര്യം ഒരു വ്യക്തി മാത്രം ചെയ്യരുത്. ഒരു പൂർണ്ണതയിലെത്താൻ ബുദ്ധിമുട്ടുണ്ട്. അഥവാ ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുകയല്ല. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുക, പണം മുടക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാവരും ചേർന്ന് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് പ്രശ്നത്തിന് പോയപ്പോൾ ആ പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ഇഷ്ടം പോലെ പണമുണ്ട്. എന്ന് പറഞ്ഞ് എത്ര വേണമെങ്കിലും ഞാൻ ചിലവ് ചെയ്യാം, പക്ഷേ ഞാൻ മുഴുവൻ ചിലവും ചെയ്യില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ബാക്കിയുള്ളവരെ ഞാൻ നിസാരനാക്കി എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരും. അതുകൊണ്ട് വേണ്ട, എത്ര ചിലവായാലും അതിൻ്റെ പകുതി ഞാൻ ചിലവാക്കാം, മൊത്തം ചിലവിൻ്റെ പകുതി ഞാൻ ചിലവാക്കാം എന്ന് പറയും. ബാക്കി എല്ലാവരും കൂടി ചിലവാക്കിയാൽ മതി. വളരെ നല്ല ഒരു ന്യായമായിട്ട് എനിക്ക് തോന്നി. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ പറയാണ് 1 കോടി രൂപ ചിലവ് വരുമെങ്കിൽ 50 ലക്ഷം ഞാൻ തരും. 2 കോടി ചിലവ് വന്നാൽ 1 കോടി ഞാൻ തരും, ബാക്കി എല്ലാവരും കൂടി ഷെയർ ചെയ്യണം. അങ്ങനെ പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ പണമുള്ള ആൾ കൂടുതൽ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് അവിടെ പറയേണ്ടത്. പക്ഷേ എല്ലാവരും സഹകരിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം അവിടെ ഉണ്ടാവുക. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ല. ഒറ്റയ്ക്ക് ക്ഷേത്രപ്രതിഷ്ഠ നടത്തുകയൊക്കെ ചെയ്യാം. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ നിലവാരം അറിയണം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് അറിയണം, ഏതെല്ലാം തരത്തിൽ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞ് വേണം ചെയ്യാൻ. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, എല്ലാ ദോഷങ്ങളും പരിഹാരങ്ങളെ കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. എന്നാൽ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടെങ്കിൽ പോലും ഒരു സമാധാനം കിട്ടും. നമ്മുടെ ആ അവസ്ഥയെ ഉൾക്കൊള്ളാൻ പഠിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ജ്യോതിഷത്തിൻ്റെ ഫലം പറയുന്ന ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകളുണ്ട്, ഇഷ്ടംപോലെ ഫോളോവേഴ്സും ഉണ്ട് അവർക്കൊക്കെ. ഈ ഫോളോവേഴ്സിനെ പലതരത്തിൽ ഉണ്ടാക്കാനും പറ്റും. കാരണം ഇപ്പോഴൊക്കെ പണം കൊടുത്തിട്ട് ലൈക്ക് ചെയ്യാനും വ്യൂ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഉള്ള സംവിധാനം ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഫോളോവേഴ്സ് അനേകം ഉണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം. യൂട്യൂബിൽ ഇപ്പം ഞാൻ തന്നെ പറഞ്ഞാൽ പോലും എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയതയുള്ളതാണെന്ന് ധരിക്കരുത്. ജ്യോതിഷം പഠിക്കാത്ത പലരും ജ്യോതിഷത്തിൻ്റെ യൂട്യൂബ് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരു ശാസ്ത്രബന്ധവുമില്ലാത്ത കാര്യങ്ങൾ
യൂട്യൂബിൽ പറയുന്നുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് ഒരാളെയായിട്ട് പറയുന്നില്ല. പല ചാനലുകൾ എനിക്ക് പലരും അയച്ചു തരാറുണ്ട്, സാർ ഇത് സത്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. കാണുമ്പോൾ സങ്കടം തോന്നും. കാരണം ശാസ്ത്രത്തിൻ്റെ ഒരു അംശബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളെ അവർ അതിനകത്ത് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് പ്രചാരമുണ്ട്, ആളുകൾ ഇതൊക്കെ ചെയ്യാൻ തയ്യാറാണ്. അത് ചിലർ പറയാറുണ്ട്, കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ പ്രശസ്തനായ സംഗീത സംവിധായകൻ പറഞ്ഞൊരു കാര്യം, അവരുടെ ഒരു സുഹൃത്ത് യൂട്യൂബ് കണ്ടിട്ട് അത് പ്രകാരം ആഹാര ക്രമീകരണമൊക്കെ നടത്തിയിട്ട് അവസാനം കിഡ്നി ഫെയിലിയറായി. അതൊക്കെ ഈ പറയുന്ന അതാതിൻ്റെ ആളുകളെ കണ്ടിട്ട് തന്നെ ചെയ്യണം. യൂട്യൂബിലൂടെ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ആ പരിഹാരം ഈ പരിഹാരം അങ്ങനെ മാറി മാറി ചെയ്യരുത്. പരിഹാരം മാത്രമല്ല, ചികിത്സയും ചെയ്യരുത്. അവരൊരിക്കൽ പറഞ്ഞത് മാറ്റി പറയും. കുറച്ച് ദിവസം മുമ്പ് ഇറങ്ങിയൊരു സിനിമയിലുണ്ട് പറയുന്നത്, ഒരാൾ പിന്നെ ഒരു പ്രശസ്ത സിനിമാ നടനും പ്രശസ്ത സംവിധായകൻ, വളരെ ഇഷ്ടമുള്ള രണ്ട് സംവിധായകർ തമ്മിൽ തെറ്റിപ്പിരിക്കും. ഇദ്ദേഹത്തോട് ചോദിക്കുന്നു, അതെന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല, ഞാൻ വെറുതെ ഇങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് എന്തും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇന്ന് ചെയ്യരുത്. എൻ്റെ യൂട്യൂബ് കാണുന്ന ആളുകളോടുള്ളൊരു അപേക്ഷയാണ്, ഒരു കാര്യം തുറന്ന് പറഞ്ഞാണ്. ഞാൻ തന്നെ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യരുത് എന്നാണ്. കാരണം എനിക്ക് ചിലപ്പോൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പലതും പറയുന്നതെന്ന് വെച്ചിട്ട് അതൊന്നും സത്യമാകണമെന്നില്ല. നിങ്ങൾ കുറച്ച് ചിന്തിക്കുകയും വേണം ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ അറിയുന്നവരോടൊക്കെ ചോദിക്കുകയെങ്കിലും വേണം. അപ്പം പിന്നെ ഞാൻ യൂട്യൂബിൽ പറയുന്നില്ല. കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയത് ഞാനിപ്പോൾ പറയുന്നത്, എനിക്കിപ്പോൾ ആരും കണ്ടാലും ഇല്ലെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചെയ്യുന്നതെങ്കിൽ പോലും വെറുതെ അതൊന്നും പറയാൻ പറ്റില്ല എന്നൊരു ചിന്തയുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്തായാലും നിങ്ങൾ യുക്തിയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. എല്ലാം പറയുന്നത് കേട്ടിട്ട് ചെയ്യരുത്. എല്ലാ ദോഷങ്ങളും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. ഇപ്പോൾ രാത്രിയാണ് എന്ന് വിചാരിച്ചിട്ട് പകലാക്കാൻ പറ്റും? നമുക്ക് രാത്രി പറ്റില്ല. പക്ഷേ ഇരുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഇടാൻ പറ്റും. അങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. ഇത് തിരിച്ചറിയുക നമ്മളെപ്പോഴും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം.